ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലൈഫ് ഓഫ് ലവ്ലി. ഇന്ന് നമുക്ക് ഒരു തലശ്ശേരി ബിരിയാണി ആക്കിയാലോ. പെട്ടെന്നാക്കാൻ പറ്റുന്ന, ഈസി ആയിട്ട് ആക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഇതിനാദ്യം തന്നെ 3 സവാള, അതായത് ഉള്ളി, അത് നമുക്ക് വഴറ്റി ബ്രൗൺ നിറത്തിലാക്കാം. ഇത് അത്യാവശ്യമുള്ള കാര്യമാണ്. തലശ്ശേരി ബിരിയാണിക്ക് ഈ മസാല ഇതിൽ ചേർക്കും. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് ഇതുപോലെ മാറ്റിയിടുക. പിന്നെ വേണ്ടത് ഒരു 9 പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെ ഇഞ്ചി. വെളുത്തുള്ളി 5-6 വേണ്ടു, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, 3 കൂടി ചതച്ചെടുക്കുക. പിന്നെ അതിനുശേഷം ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ്. അതിൽ നമുക്ക് ഫസ്റ്റ് തന്നെ സവാള വഴറ്റാം. ഒരു 2 സവാള മതി, കൂടുതൽ സവാള ആവശ്യമില്ല. അതായത് ഉള്ളി വലുതെങ്കിൽ 2 ചെറുതെങ്കിൽ 3. അപ്പോൾ ഇത്രയും വഴറ്റിയെടുത്ത് പിന്നെ നമ്മൾ ചതച്ചെടുത്ത പച്ചമുളക്, ഇഞ്ചി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇത്രയും ചതച്ചത് ഇതിലത്ത് ചേർത്ത് മിക്സാക്കി. അതിന് വേണ്ടത് അതിനുശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി ഇടാം. മഞ്ഞൾപ്പൊടി ആകെ ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ വേണ്ടത് ഗരം മസാല ഒരു ടേബിൾ സ്പൂൺ മതി. അധികം മസാലയൊന്നും ഇതിൽ ചേർക്കില്ല. ഈ ഏറ്റവും കൂടുതൽ മസാല ചേർക്കുന്നത് ഈ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ആ പേസ്റ്റ് തന്നെയാണ് കൂടുതൽ ഇതിനാവശ്യം. പിന്നെ ചേർക്കുന്നത് തക്കാളി. പിന്നെ അടുത്തത് തക്കാളി, 2 തക്കാളി ഞാൻ എടുത്തത് ചെറിയായി ഇതാക്കിയത്. പിന്നെ വേണ്ടത് ഉള്ളി നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചതല്ലോ, അത് ഇലത്തിടുക, അത് പൊടിച്ചിട്ടിടുക. പിന്നെ വേണ്ടത് തൈരാണ്, കട്ടിത്തൈര്. എനിക്ക് കട്ടിത്തൈര് ചേർക്കാനുള്ള സാവകാശം കിട്ടിയില്ല, അതുകൊണ്ടാണ് ഇതുപോലെ ക്ഷമിക്കണം. പിന്നെ വേണ്ടത് മല്ലിയിലയും പുതിനയിലയുമാണ്. അത് ഇതുപോലെ കുറച്ച് അത്യാവശ്യത്തിന് എടുത്തോ, നല്ല ടേസ്റ്റ് കൂടും. അപ്പോൾ അതും കൂടി ഇതിലത്ത് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. തലശ്ശേരി ബിരിയാണിക്ക് കൂടുതൽ മസാലയൊന്നും ആവശ്യമില്ല. പിന്നെ അതിലത്ത് ചിക്കൻ ചേർത്ത് അതിന് ശേഷം ഉപ്പ് ചേർക്കുക. ഞാൻ എപ്പോഴും എന്ത് കറിക്കും ഉപ്പ് ലാസ്റ്റാണ് ചേർക്കുക, ഫസ്റ്റ് തന്നെ ഞാൻ ചേർക്കാൻ നിൽക്കില്ല. പിന്നെ അത് അവിടെ നമ്മൾ വെച്ചു. അതിന് ശേഷം ബിരിയാണിക്കുള്ള പരിപാടി നോക്കാം. ബിരിയാണിക്ക് ആദ്യം തന്നെ നെയ്യ് എടുത്ത് അതിലത്ത് പട്ട, ഗ്രാമ്പൂ, പിന്നെ അതിന് ശേഷം ഉള്ളി, ഒരു പകുതി ഉള്ളിയാണ് ഞാൻ ചേർത്തത്. പിന്നെ വേണ്ടത് റൈസ് ഞാനൊരു 5 കപ്പാണ് എടുത്തത്. എനിക്കിവിടെ പണിക്കാരൊക്കെ ഉണ്ടുകൊണ്ട് അവർക്കും കൂടി ആയതുകൊണ്ട് 5 കപ്പ് റൈസ് എടുത്തു. അപ്പോൾ അത് നന്നായിട്ട് വഴറ്റി. പിന്നെ ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നതിലാണ്. അപ്പം അതിനനുസരിച്ച് ചേർക്കുക. അപ്പോൾ അങ്ങനെ റൈസ് റെഡി. അപ്പം ബിരിയാണിയും റെഡി. ബിരിയാണി ഞാൻ അത് ദമ്മിന് വെച്ചിട്ടാണ് ആക്കിയത്. അപ്പം അതെനിക്ക് ഇതിലത്ത് ആഡ് ചെയ്യാൻ വിട്ടുപോയി. ദമ്മിന് ഇടേണ്ടത് അറിയാമല്ലോ, അത് ചിക്കൻ്റെ അത് വെച്ചിനല്ലോ. അപ്പോൾ അതിൻ്റെ മേലെ അതിങ്ങനെ വെന്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ലാസ്റ്റ് ഫൈനൽ സ്റ്റേജിൽ റൈസ് അതിൻ്റെ മേലെ ഇട്ടിട്ട് അത് സിമ്മിൽ വെച്ചിട്ട് ദമ്മിടുക വേണ്ടത്. അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ.